ഇന്നലത്തെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറയാട്ടോ. ഭഗവാൻ ഇന്നലെ ഒരു കയ്യിൽ വെണ്ണൂറിലെയും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു കുറുമ്പനായിട്ടാണ് കേട്ടോ. ഇന്നലെ ഭഗവാനെ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് യശോദാമ്മ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് കൂട്ടുകാരോടൊപ്പം കളിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുക. പോകുന്ന വഴിക്ക് ഒരു ഗോപികയുടെ വീട്ടിൽ ഇങ്ങനെ തൈര് ഇങ്ങനെ കടയുന്ന ഒരു ശബ്ദം കേൾക്കൂല. ആ കടകോലിൻ്റെ ഒക്കെ ഒരു നേർത്ത ശബ്ദം. അത് കേട്ടപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് എത്തിച്ചു നോക്കിട്ടോ. നോക്കിയപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഈ വെണ്ണ ഇങ്ങനെ കടഞ്ഞെടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അവർക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെണ്ണക്കുടത്തിൽ ഇങ്ങനെ നിറയെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ നമ്മുടെ ഭഗവാൻ ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? അത്ര ഇഷ്ടമല്ലേ? എത്രത്തോളം വെണ്ണ കഴിക്കാൻ പറ്റണോ അത്രത്തോളം ഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കും. അത്ര ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ അവിടെ നിന്നു. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഒന്ന് കഴിക്കുക? മോഷ്ടിക്കാൻ പറ്റില്ല എന്തായാലും, കാരണം എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, പിടിക്കപ്പെടും. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുശുംബികൾ ചിലപ്പോൾ തരുകയും ചെയ്യില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു ബുദ്ധി തോന്നിയത്. ഓടക്കുഴലുണ്ടല്ലോ കയ്യിലെ, ഓടക്കുഴൽ ഒന്ന് വായിക്കാം. അപ്പം ഇവരെല്ലാവരും ഓടി അടുത്തേക്ക് വരും. അപ്പം അതൊക്കെ തന്നെ കൂട്ടുകാരോടൊക്കെ പോയിട്ട് പുറകിലൂടെ പോയിട്ട് ആ വെണ്ണക്കുടം എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ ചട്ടം കെട്ടി വെച്ചിരിക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ തന്നെ നിന്നിട്ട് കുഞ്ഞു കാലുകൾ പിണച്ച് വെച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതാനായിട്ട് തുടങ്ങിട്ടോ. അപ്പോൾ ഈ ഗോപികമാരെ ഇതിനിടയിൽ നല്ല ഭംഗിയായിട്ടുള്ള ഭഗവാന്റെ ഒരു ഓടക്കുഴൽ നാദം കേൾക്കുക. മനസ്സിലായി കണ്ണൻ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ടെന്നുള്ളത്. അവരാ ചെയ്യുന്ന ജോലി അവിടെ വെച്ച് നിർത്തി ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേൾക്കാനായിട്ട് ഓടി ഓടി വരിക കേട്ടോ. നോക്കിയപ്പോൾ ഉണ്ടോ ഭഗവാൻ അവിടെ നിന്നിട്ട് ഓടക്കുഴൽ വിളിക്കണു. അപ്പോൾ അവരതിലിങ്ങനെ മുഴുകി ലയിച്ച് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് കൂട്ടുകാരൊക്കെ പോയിട്ട് വെണ്ണക്കുടം അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ഒളിപ്പിച്ച് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഓടക്കുഴൽ നാദമൊക്കെ നിർത്തിയിട്ടോ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, ഇത് ഭഗവാൻ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ എല്ലാവരും പിന്നെയും ആ വെണ്ണ ആ കടഞ്ഞെടുക്കുന്ന ആ ജോലിയിലേക്ക് പോയപ്പോൾ അവിടെ നോക്കിയപ്പോൾ വെണ്ണക്കുടൊന്നും കാണില്ല. നിറച്ച് വെച്ചിരിക്കുന്ന കുടങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കണം. അങ്ങനെ വേഗം വന്നിട്ട് എന്തപ്പം ഉണ്ടായെന്ന് എല്ലാവരും ചോദിക്കുമ്പോഴാണ് മനസ്സിലായത്, ഭഗവാൻ കുറച്ചു നേരം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭഗവാൻ തന്നെയായിരിക്കും, ആ കണ്ണൻ തന്നെയായിരിക്കും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും കൂടെ നിരന്നിരിക്കുകയാണ് കഴിക്കാനായിട്ട്. ഭഗവാന്റെ ഒരു കൂട്ടുകാരൻ ഒരു വെണ്ണ എടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഓടക്കുഴി പിടിച്ചുകൊണ്ടിരുന്ന എടുത്ത കയ്യിൽ ഓടക്കുഴിയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആ രംഗാണ് ഇവർ വന്ന് നോക്കിയപ്പോൾ കണ്ടത്. ആ കള്ളത്തരം പിടിക്കപ്പെട്ടു, ആ മോഷണം പിടിക്കപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ നിൽക്കൂലോ, ഒരു കുറുമ്പൻ ഭാവം. അങ്ങനെയായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭഗവാന്റെ ആ ഒരു കുറുമ്പൻ ഭാവത്തിനെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളും. ആ വെണ്ണയും ഓടക്കുഴലും പിടിച്ചിട്ട് നമ്മളേക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഭഗവാന്റെ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.